ശ്രീമദ് ഭാഗവതം ക്ലാസ് 151. നമ്മളിന്ന് സ്കന്ധം 7 മൂന്നാമത്തെ അധ്യായമായിട്ട് ഹിരണ്യകശിപിന്റെ തപസ്സാണ് പറയുന്നത്. അപ്പോഴിവിടെ ബ്രഹ്മം തൊട്ട് പ്രപഞ്ചമുണ്ടാകുന്ന ക്രമത്തിൽ തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിക്രമം വിവരിക്കുന്നത്. നമുക്കറിയാം, സൃഷ്ടി നടക്കുമ്പോൾ 3 ഗുണങ്ങളിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അല്ലെങ്കിൽ സത്വരജോ തമോ ഗുണം. ഒരു സംഗതിക്ക് അതേ അവസ്ഥയിൽ തന്നെ തുടരാനാണ് താല്പര്യം. അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തണ്ടെങ്കിൽ, ഒരു പുരോഗതി ഉണ്ടാക്കണ്ടെങ്കിൽ ഒരു ബലം പ്രയോഗിക്കണം. അതിനാണ് രജോ ഗുണം, അല്ലെങ്കിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, അല്ലെങ്കിൽ ഇന്ദ്രന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ ദേവതകളുടെ പ്രവൃത്തി എന്നല്ല പറയുന്നത്. അപ്പം ഒരവസ്ഥയിൽ നിന്ന് ഉയർന്ന അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിന് ശ്രമിക്കുന്നതിനെയാണ് ദേവന്മാരെന്ന് പറയുന്ന ആ ബലങ്ങളെ, അല്ലെങ്കിൽ ഇന്ദ്രൻ എന്ന് പറയും, അല്ലെങ്കിൽ വിഷ്ണു എന്നല്ല പറയും. അപ്പം ന്യൂട്ടന്റെ തേർഡ് പ്രകാരം അതിനെ എതിർക്കുന്ന ഒരു ശക്തി ഉണ്ടാവും, ഒരു മാറ്റം വരുത്താൻ എതിർക്കുന്ന ശക്തി ഉണ്ടാവും. അതാണ് അസുരന്മാർ. അപ്പോൾ ആദ്യം പ്രപഞ്ചം സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. അപ്പം സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവിന് സയൻസ് ഉണ്ടായിരുന്നില്ല കൈമല്. അപ്പം വിഷ്ണു ആദ്യം സയൻസാണ് നേടിക്കൊടുത്തത്. അപ്പം അതിനെ എതിർക്കുന്ന ശക്തി ഒരു അസുരനുണ്ട്. അപ്പോൾ ഒരു അസുരൻ്റെ കൈമന്ന് വേദം എടുത്തിട്ട് ബ്രഹ്മാവിന് കൊടുത്ത് സൃഷ്ടി നടത്തി എന്ന് പറയുന്നു. പിന്നെ ആറ്റങ്ങളും കണങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ അവതാരത്തിനാണ് മത്സ്യാവതാരമായിട്ട് പറഞ്ഞത്. പിന്നെ ആറ്റങ്ങളെല്ലാം ഉണ്ടാകുകയാണ്. ആദ്യം കണങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ ആറ്റങ്ങൾ ഉണ്ടാകുന്നു. ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സാധാരണ ഇപ്പോൾ കുറേ കണങ്ങളുണ്ടായിട്ട് ഇങ്ങനെ ആദ്യം കണങ്ങളാണല്ലോ പ്രപഞ്ചത്തിലുണ്ടാവും. ഊർജത്തിൽ നിന്നും കണങ്ങളുണ്ടാവും. കണം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ചെയ്യുക. അപ്പം അതിനങ്ങനെ തുടരാനാണ് ഇഷ്ടം. പക്ഷേ അതുപോരാ, അത് ആറ്റങ്ങളായിട്ട് മാറണം. ആറ്റങ്ങളായിട്ട് മാറാൻ വേണ്ടിയിട്ട് നടുവിൽ ഒന്നിനെ പിടിച്ച് വെക്കണം. അതിനാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് ചുറ്റും ഇലക്ട്രോണിനെ ചുറ്റിക്കണം. ചില കണങ്ങളെ നടുവിൽ പിടിച്ചു വെച്ചിട്ട് അതിനാ ന്യൂക്ലിയസ് എന്ന് പറയാം. എന്നിട്ട് ഇലക്ട്രോൺ അതിന് ചുറ്റും ചുറ്റിക്കണം. അങ്ങനെ ഇലക്ട്രോണ് ചുറ്റുന്നതിനെയാണ് പാലാഴി മഥനമായിട്ട് ചിത്രീകരിച്ചത്. അപ്പോൾ നടുവിൽ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ആമയായിട്ട് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആറ്റങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. അപ്പം ആദ്യം ഊർജമുണ്ടായി, കണങ്ങളുണ്ടായി. കണം ഒരു പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തിട്ട് ആറ്റങ്ങളായിട്ട് മാറി. അപ്പം ആമയായിട്ട് വന്നു, രണ്ടാമത്തെ അവതാരമായിട്ട്. ഇനി ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് വസ്തുക്കളെല്ലാം ഉണ്ടായത്. അത് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട്, കാരണം ആറ്റങ്ങൾക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവ കൂടി ചേർന്നിട്ട് വസ്തുക്കളായിട്ട് മാറും. വസ്തുക്കളെല്ലാം ആകർഷണം കൊണ്ട് കൂടിച്ചേർന്നിട്ട് കുറേ ഗോളങ്ങളായിട്ട് മാറും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളും ഉണ്ടാകും. ആ ഗോളങ്ങൾക്ക് ഇങ്ങനെ ആകാശത്തിൽ സഞ്ചരിക്കാനാണ് താല്പര്യം. അപ്പൊ കുറേ നക്ഷത്രങ്ങളെല്ലാം സൂര്യനാണ്. അതെല്ലാം വലിയ ഗോളങ്ങൾ സഞ്ചരിക്കും, ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കും. അങ്ങനെ പല ഗോളങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഈ ഉണ്ടായ വസ്തുക്കളെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഗോളങ്ങൾ. അപ്പം അങ്ങനെ പോയാൽ ശരിയാവില്ല. അതിനെല്ലാം പ്രേരണ ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്യണം. അപ്പോഴെന്ത് വേണം? ഓരോ ഗോളങ്ങളെ എടുത്ത് ഓരോ നക്ഷത്രങ്ങളുടെ ചുറ്റുമായിട്ട് ചുറ്റിക്കണം. സൂര്യൻ്റെ ചുറ്റും ബുധൻ, ശുക്രൻ ഇവയെല്ലാം
കൊണ്ടുപോയിട്ട് വെക്കണം, ഓർബിറ്റിൽ കൊണ്ടുവെക്കണം. ചുറ്റലല്ല, ചുറ്റൽ പിന്നെയാണ്, ആദ്യം ഓർബിറ്റിൽ കൊണ്ടുവെക്കണം. അങ്ങനെ ഓർബിറ്റിൽ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഗോളങ്ങൾക്ക് കറങ്ങി നടക്കാനാണ് താല്പര്യം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സത്വഗുണം. പിന്നെ അതിനെ എടുത്തിട്ട് സൂര്യന്റെ ഭ്രമണപഥത്തിൽ കൊണ്ടുവെക്കേണ്ടിക്ക് അവിടെ ഒരു ശക്തി വേണം. അതാണ് ദേവന്മാരെന്നുള്ള പറയുന്നത്. അപ്പൊ ഇന്ദ്രനെല്ലാം കൂടിയിട്ടാണ് അതിനെ എടുത്ത് കൊണ്ടുവെക്കേണ്ടത്, അല്ലെങ്കിൽ വിഷ്ണുവാണ് കൊണ്ടുവെക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ കറങ്ങുന്ന ഭൂമിയെ പിടിച്ച് ഓർബിറ്റിൽ കൊണ്ടുവെക്കണം. പക്ഷേ ആ കറങ്ങി നടക്കുന്ന ഭൂമികൾ, കറങ്ങി നടക്കുന്ന ഭൂമികൾക്ക് ഈ സൂര്യന്റെ ഓർബിറ്റിൽ നിൽക്കാൻ ഇഷ്ടമില്ല. അതങ്ങനെ കറങ്ങി നടക്കിയാണ്. അപ്പൊ എപ്പോഴും ഒന്നിന് അതേ അവസ്ഥയിൽ തുടരാനാണ് താല്പര്യം. അപ്പം വിഷ്ണു അതിനെ എടുത്തിട്ട് ഓർബിറ്റിൽ വെക്കുമ്പോൾ ഒരു ശക്തി അതിനെ എതിർക്കും. വേണ്ട, ഇങ്ങനെ കറങ്ങി നടന്നാൽ മതി. അതാണ് ഹിരണ്യാക്ഷൻ. അപ്പം കറങ്ങി നടക്കുന്ന ഗോളങ്ങളെയെല്ലാം പിടിച്ച് നടുവിലൊരു സൂര്യനെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നക്ഷത്രത്തെ വെച്ചുകൊണ്ട് മറ്റുള്ള ഗോളങ്ങളെയെല്ലാം പല ഓർബിറ്റുകളിൽ ഇങ്ങനെ കൊണ്ടുവെക്കുക. അതാണ് വിഷ്ണു ചെയ്ത പ്രവൃത്തി. അതാണ് കൂർമ്മല്ല, വരാഹാവതാരം. പന്നിയുടെ ഈ കൊമ്പുമ്മല് ഇങ്ങനെ ഭൂമിയെ കൊണ്ടുപോയിട്ട് സൂര്യന്റെ ഭ്രമണപഥത്തിൽ വെച്ചു. അപ്പം ഇവിടെ ഭൂമിയെ വെച്ചു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഗോളങ്ങളെയും ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇങ്ങനെ കറങ്ങി അടിക്കുന്നതിനെല്ലാം പിടിച്ച് അവിടെ കൊണ്ടുവച്ചു. അത് സൂര്യനിൽ മാത്രമല്ല, കാണുന്ന നക്ഷത്രങ്ങളെല്ലാം അതേ ഓരോ സൂര്യനാണ്. അതിൻ്റെ ചുറ്റുമെല്ലാം ഗോളങ്ങളെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ എതിർക്കുന്ന ശക്തിയായിരുന്നു ഹിരണ്യാക്ഷൻ. അപ്പൊ അതിനെ കൊന്നിട്ടാണ് ഭൂമിയെ കൊണ്ട് ഓർബിറ്റിൽ വെച്ചത്. അപ്പൊ ആ അസുരനെ കൊന്നതായിട്ട് ചിത്രീകരിച്ചു. അപ്പോൾ അടുത്ത സ്റ്റേജ് ഇനി എന്താണ്? സൂര്യന് ചുറ്റും ഓർബിറ്റില് ഗോളങ്ങളെ വെച്ചു. ഇനി ഈ ഗോളങ്ങൾ എന്ത് വേണം? ചുറ്റിക്കണം. ആ ചുറ്റലിന്റെ പ്രവൃത്തി ആരാണ്? വിഷ്ണു ചെയ്യേണ്ടത്. അപ്പൊ ചുറ്റുന്നതിനെ ചുറ്റാൻ വേണ്ടി വിഷ്ണു ശ്രമിക്കുമ്പോൾ ഒരു ശക്തി എതിർക്കും. ന്യൂട്ടന്റെ തേർഡിലോ റിയാക്ഷൻ. അതിനെയാണ് ഹിരണ്യകശിപു എന്ന് പറയുന്നത്. അപ്പൊ അസുര സഹോദരന്മാരായിട്ട് ഹിരണ്യാക്ഷന്റെ സഹോദരൻ ഹിരണ്യകശിപു. അപ്പൊ ഈ ഹിരണ്യകശിപു അടുത്ത സ്റ്റേജിനെ എതിർക്കും. അതായത് ഭൂമിയെ വെച്ചേ ഉള്ളൂ സൂര്യന്റെ ഓർബിറ്റിൽ. ഇനി അതിനെ കൊണ്ട് കറക്കണം. കറക്കാൻ പോകുമ്പോൾ വേണ്ട, അങ്ങനെ നിന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആരെതിർക്കും? ഹിരണ്യകശിപു എതിർക്കും. അപ്പൊ ഹിരണ്യകശിപിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹിരണ്യകശിപു തപസ് നേടിയിട്ട് കുറെ കഴിവെല്ലാം നേടി എന്ന നിലയിലേക്കാണ് പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ ഒന്നില് നാരദൻ യുധിഷ്ഠിരനോട് പറയുകയാണ്, താൻ അജയ്യനും ജരാമരണാദികളില്ലാത്തവനും പ്രതിപക്ഷരഹിതനും, ഒരു പ്രതിപക്ഷം തന്നെ എതിർക്കാൻ ആരും പാടില്ല, ഏകാധിപതിയും ആകാൻ ശ്രമിച്ചു. അപ്പം ഹിരണ്യകശിപു ചേട്ടൻ തൻ്റെ സഹോദരൻ മരിച്ചല്ലോ. ഇപ്പം സഹോദരൻ മരിച്ചപ്പോൾ, ഹിരണ്യാക്ഷൻ മരിച്ചപ്പോൾ വിഷ്ണുവിനോട് ദേഷ്യം വന്നു. അപ്പോൾ ഇനി ഒരാൾക്കും കൊല്ലാൻ പറ്റാത്ത തരത്തിലുള്ള ശക്തി ആർജു. കാരണം ഇനി ഇവനെയും കൊല്ലുമല്ലോ, കൊല്ലുന്നറിയാം. അതുകൊണ്ട് അതിനെ മറികടക്കാനുള്ള തപസ് ചെയ്തിട്ട് വരലം നേടുക, എന്നിട്ട് ശക്തിമാനാകാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? അജയ്യനാണം, ജരാമരണാദികളൊന്നും പാടില്ല, പ്രതിപക്ഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, തന്നെ എതിർക്കാൻ ആരും പാടില്ല, ഞാനൊരു ഏകാധിപതിയായിട്ട് മരണമൊന്നും ഇല്ലാതെ അവസ്ഥയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചു. അതിനുള്ള ശ്രമം തുടങ്ങി.
അതിന് അവനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ കൈകൾ ഉയർത്തി ആകാശത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് കാലിൻ്റെ പെരുവിരൽ മാത്രം നിലത്ത് തൊട്ടുകൊണ്ട് മന്ദരഗിരി താഴ്വരയിൽ തപസ്സനുഷ്ഠിച്ചു. ഇതെല്ലാം ഒരു മനുഷ്യരൂപമല്ല, മനുഷ്യരൂപമൊന്നും ആയിട്ടില്ല, പ്രപഞ്ചം ഉണ്ടാകാനേ പോകുന്നുള്ളൂ. ഇതെല്ലാം ചില ബലങ്ങളുമാണ്. ബലങ്ങളെ നമ്മൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക, ഇങ്ങനെയല്ലേ ഫോഴ്സിനെ മാർക്ക് ചെയ്യുക. സയൻസ് പഠിച്ചവർക്കറിയാം. അതുകൊണ്ടാണ് അത് കൈ ഇങ്ങനെയാക്കി ഫോഴ്സിൻ്റെ കൂർത്ത മാതിരി അതിൻ്റെ മുകളിലോട്ടേക്ക് പോവുകയാണ്. അപ്പം നേർക്ക് ഒരു അസ്ത്രം കണക്കെയാണ് നിൽക്കുന്നത് പെരുവിരലിൽ നിന്നുകൊണ്ട്. അപ്പം വിരലുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അസ്ത്രത്തിൻ്റെ നമ്മൾ ഫോഴ്സ് വരക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു അമ്പുവാരിയെല്ലാം വരച്ചെന്ന് വരും ഫോഴ്സിന്. അപ്പം ആ തരത്തിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ കണക്കിന്, അതായത് ബലത്തെ മനുഷ്യൻ്റെ ആ ഒരു രൂപത്തിലാക്കിയിട്ട് ചിത്രീകരിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ കൈയെല്ലാം ഉയർത്തിയിട്ട് കൂപ്പിക്കൊണ്ട് ആകാശത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് പെരുവിരൽ മാത്രം നിർത്തിക്കൊണ്ട് മന്ദരഗിരി സ്ട്രെയിറ്റായിട്ട് നിന്നുകൊണ്ട് മന്ദരഗിരി താഴ്വരയിൽ തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ തപസ്സനുഷ്ഠിക്കുമ്പോൾ 3 പറയുന്നു കൽപ്പാന്തകാലത്തിലെ സൂര്യനെ പോലെ. അപ്പം ലോകം കത്തിജ്വലിച്ച് ഇല്ലാതാകും, ഈ ഭൂമിയെല്ലാം കത്തിജ്വലിച്ച് ഇല്ലാതാകാൻ പോകുന്ന അവസരത്തിലെ സൂര്യനെ പോലെ അത്രയും തിളക്കുന്ന രൂപത്തിൽ ജ്വലിച്ചു അവൻ. അവനെ കണ്ടപ്പോൾ ദേവന്മാരെല്ലാം സംഘടിച്ചു. ഇവർ തപസ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ ദേവന്മാർക്ക് വീഴ്ക്കാൻ അസുരനാണല്ലോ, അവരെല്ലാം കൂടി ഒന്നിച്ചുകൂടി. എന്നിട്ട് 4 അവൻ്റെ നെറുകയിൽ നിന്നും ഉയർന്ന പുക, തീയും പുകയും, ഇതെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് കഥരൂപത്തിൽ പറഞ്ഞ് ഇങ്ങനെയെല്ലാം പറയും. എല്ലായിടവും പരന്നു. ആ തപസ്സിൻ്റെ ശക്തി കൊണ്ടുള്ള തീയും പുകയല്ല, മുകളിലും താഴെ എല്ലാം പറഞ്ഞ് ആ ചൂട് വ്യാപിക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ വ്യാപിച്ചു. ആ ചൂട് കൊണ്ട് നദികളും കടലുകളും എല്ലാം ശോഭിക്കാൻ തുടങ്ങി. ഭൂമി വിറക്കാൻ തുടങ്ങി. ഗ്രഹങ്ങളോടുകൂടിയ നക്ഷത്രങ്ങൾ, അപ്പം നക്ഷത്രങ്ങൾ ഗ്രഹങ്ങളുണ്ട് എന്ന് പറയുകയാണ്. സൂര്യന് ഗ്രഹങ്ങളുള്ളതുപോലെ നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെല്ലാം ഗ്രഹങ്ങളോടുകൂടിയ നക്ഷത്രങ്ങളെല്ലാം ഉതിർന്നു വീഴാൻ തുടങ്ങി എന്ന് പറയുകയാണ്. അത്രയും ഭയങ്കരമായ തപസ്സായിരുന്നു. 10 ദിക്കുകളും ജ്വലിച്ചു എന്നാണ് പറയുന്നത്. പാർലികളിൽ പറയുകയാണ് ഈ ചുട്ടെരിഞ്ഞ ദേവന്മാർ അവിടെ സ്വർഗത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ മുകളിൽ ഈ ചൂടെല്ലാം വ്യാപിച്ചപ്പോൾ ദേവതകൾക്കൊന്നും ഇരിക്കാൻ പറ്റിയില്ല. അവർ സ്വർഗത്തു നിന്ന് ഇട്ടെറിഞ്ഞ് ഓടി, ചൂട് സഹിക്കാൻ കഴിയാതെ. പിന്നെ അവരെല്ലാം കൊണ്ടിട്ട് എവിടത്തേക്ക് പോയി? സത്യലോകത്തിലേക്ക്. കാരണം അവിടെയാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഇരിക്കുന്നത്. അപ്പം ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്ന ആ കേന്ദ്രത്തെ സത്യലോകം എന്നെടുക്കാം. അപ്പം അവിടെ ഇരുന്നിട്ട് ബ്രഹ്മാവാണല്ലോ എല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പം ബ്രഹ്മാവ് ഉണ്ടാക്കുന്ന സൃഷ്ടികളെയാണ് ഇടിച്ചു പൊളിച്ച് എല്ലാ നക്ഷത്രങ്ങളെല്ലാം ചിഹ്നം തെറിക്കാനല്ല പോകാൻ പോകുന്നത്. അപ്പം നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടുന്നു. ഇനി ബ്രഹ്മാവിനെ കണ്ടിട്ട് ബ്രഹ്മാവോട് പറഞ്ഞ അങ്ങയുടെ സൃഷ്ടികളെല്ലാം വെന്തെരിയാൻ പോവുകയാണ്. അതിനാൽ അങ്ങേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപശാന്തി ഉടനെ ചെയ്തേ പറ്റും. തോന്നുന്നുണ്ടെങ്കിൽ, കാരണം അതെല്ലാം ബ്രഹ്മാവ് തീരുമാനിക്കുന്ന വഴിയല്ലേ പോകുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മാവോട് പറഞ്ഞ് എന്തൊക്കെ ചെയ്യണം, നമ്മൾ പറയുന്നതേ ഉള്ളൂ, എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അന്നുണ്ടാക്കി ഇതുവരെ ഉണ്ടാക്കിയ ഈ സൗരയൂഥ സിസ്റ്റം എല്ലാം പൊടിഞ്ഞ് പോയി പോകും. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, സൂര്യന് ചുറ്റും അതിൻ്റെ ഓർബിറ്റിൽ ഭൂമി, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഈ ഗോളങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ നിൽക്കില്ല, തെറിച്ചു പോകും, സൂര്യനിൽ പോയി വീഴും. അതാണ് ഇവിടെ എല്ലാം പൊടിഞ്ഞു പോകുന്നു പറഞ്ഞാൽ. നക്ഷത്രങ്ങളുടെ ചുറ്റും ഗോളങ്ങൾ വെച്ചാൽ അവിടെ നിൽക്കില്ല. അത് സയൻസ് അറിയുന്നവർക്കറിയാം.
അതെല്ലാം ഉതിർന്ന് താഴത്തേക്ക് പോകും. അത് താഴത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റുന്നത്. നമ്മളിപ്പോൾ ഒരു കയറ്, ഇത് സൂര്യനാണെന്ന് വെച്ചാൽ ഒരു കയറിൻ്റെ അറ്റം ഇവിടെ പിടിച്ചിട്ട് മറ്റേ കയറിൻ്റെ അറ്റത്ത് ഒരു കല്ല് കെട്ടിയാൽ അത് ചുറ്റാലെ വെച്ചാൽ അതങ്ങ് വീണു പോകും. ഇങ്ങനെ ഇടിയൊന്നും നിൽക്കില്ല. ആകർഷണം കൊണ്ട് ഭൂമിയിലേക്ക് വന്ന് വീഴുകയും ചെയ്യും. നമ്മളെ കയ്യിൻ്റെ അടുത്തേക്കല്ല വരിക, ഭൂമിൻ്റെ അടുത്തേക്ക്. കാരണം ഭൂമിയാണല്ലോ വലിയ ആകർഷണമുള്ളത്. അതുകൊണ്ട് കല്ലെന്തായിപ്പോൾ താഴത്തോട്ട് വീഴാൻ ശ്രമിക്കും. അപ്പോൾ ഈ കല്ല് അതേപോലെ നിൽക്കണ്ടിച്ച് ഈ കൈ കൊണ്ട് ഇതിനെ ചുറ്റണം. അപ്പം കല്ലിനെ ചുറ്റിക്കഴിഞ്ഞാൽ ഈ കൈക്ക് ചുറ്റും അത് ചുറ്റിക്കോളും, വീഴാതെ. ഇപ്പം ചുറ്റാതെ വ്യക്തിയാണ് കൊണ്ട് ചെയ്തത്. വിഷ്ണു ഹിരണ്യാക്ഷനെ കൊന്നിട്ട് അലഞ്ഞു നടക്കുന്ന ഗോളങ്ങളെ സൂര്യന് ചുറ്റും കൊണ്ട് വെക്കുകയാണ് ചെയ്തത്. കറങ്ങുന്നില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പൊടിഞ്ഞു വീടും. അതാണ് ഇവിടെ പറഞ്ഞത്, ഇവൻ്റെ തപസ്സുകൊണ്ട് സൂര്യനിലുള്ള എല്ലാ ഗോളങ്ങളെല്ലാം ഉതിർന്നു വീഴാൻ തോക്കുന്ന അവസ്ഥയിലെത്തി എന്ന് പറഞ്ഞത് കഥയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ 8 പറയുകയാണ്, അവൻ തപസ് ചെയ്യുന്നതിൻ്റെ കാരണം അങ്ങേക്കറിവുള്ളതാണെങ്കിലും അവൻ എന്തിനു വേണ്ടിയാണ് തപസ് ചെയ്യുന്നത് എന്നുള്ള അങ്ങേർക്കറിയാം. കാരണം ബ്രഹ്മാവല്ലേ സൃഷ്ടിയെല്ലാം നടത്തുന്നത്. അപ്പോൾ അത് സൃഷ്ടിച്ച ആൾക്കാരുടെ ലക്ഷ്യമെല്ലാം എന്താണ്? ബ്രഹ്മാവിന് നല്ലവനാരെ എങ്കിലും അറിയിക്കുകയാണ് കേട്ടാലും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് ഇനി അവര് ബ്രഹ്മാവോട് പറയുകയാണ് 9:10 ഇതുവരെയുള്ള സൃഷ്ടിക്രമെല്ലാം പറയാൻ പോവുകയാണ്. ബ്രഹ്മാവ് തപോനിഷ്ഠയാൽ സ്ഥാവര ജംഗമങ്ങളായ ലോകങ്ങളെയെല്ലാം സൃഷ്ടിച്ചു. അന്ന് ഈ ലോകങ്ങളെയെല്ലാം സൃഷ്ടിച്ചു. എല്ലാറ്റിൻ്റെയും മേലെയായ സത്യലോകമെന്ന ആസ്ഥാനത്തിൽ വസിക്കുന്നു. അപ്പം ഈ ഗോളങ്ങളെല്ലാം ഉണ്ടാക്കിയതിൻ്റെ ശേഷം അങ്ങ് സത്യലോകത്തിൽ വസിക്കുകയാണ്. ആ സ്ഥാനം, അതായത് അങ്ങയുടെ സ്ഥാനം, തപോനിഷ്ഠ കൊണ്ടും യോഗനിഷ്ഠ കൊണ്ടും കാലത്തിനും ആത്മാവിനും ശാശ്വതത്വമുള്ളതിനാൽ, അതായത് അങ്ങ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് മുകളിലെ സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ആ സ്ഥാനം ഇവൻ നേടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഏത് തരത്തിലെ? തപോനിഷ്ഠ കൊണ്ടും യോഗനിഷ്ഠ കൊണ്ടും. അദ്ദേഹത്തിൻ്റെ തപസ് കൊണ്ട് യോഗനിഷ്ഠ കൊണ്ട് അങ്ങയുടെ സ്ഥാനം കരസ്ഥലമാക്കാൻ വേണ്ടിയാണ്, അവസ്ഥയിലേക്ക് ഉയരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എങ്ങനെ? കാലത്തിനും ആത്മാവിനും ശാശ്വതത്വമുള്ളതിനാൽ. കാലത്തിനും ആത്മാവ് സ്ഥിരമാണ്, അതിന് നാശമില്ല. കാലത്തിനും നാശമൊന്നുമില്ല. കാലം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ. അത് ശാശ്വതവുമാണ്. ആ നിലയിലേക്ക് എത്തണം. അവനും മരണമില്ലാതെ കാലത്തെപ്പോലെ ആത്മാവിനെ പോലെ ബ്രഹ്മാവിനെ പോലെ എന്നും ശാശ്വതമായിരിക്കുന്നവൻ അവസ്ഥയിലേക്ക് എത്തണം. അതിന് എനിക്ക് സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തപസ് ചെയ്യുന്നത്. ബ്രഹ്മാവിന് അവൻ്റെ മനസ്സിൽ ഇപ്പം അറിയാമെങ്കിലും നമ്മൾ പറഞ്ഞു തരികയാണെന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, അങ്ങേർക്കിപ്പം ബ്രഹ്മാവിൻ്റെ സ്ഥാനം എത്തണം. കാരണം ബ്രഹ്മാവ് സൃഷ്ടിയാണ്. ഇപ്പോൾ സൃഷ്ടി നടത്തുമ്പോൾ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ സ്ഥാനമാണ് ആരെടുക്കാൻ പോകുന്നത്? ഹിരണ്യകശിപു എടുക്കാൻ പോകുന്നത്. ആക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷൻ ഉണ്ടല്ലോ. ബ്രഹ്മാവ് സൃഷ്ടി നടക്കുമ്പോൾ അതിൻ്റെ പാര വെക്കുന്ന ശക്തിക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകണം. അപ്പോൾ ഹിരണ്യകശിപുവിന് അതിൻ്റെ സ്ഥാനം തന്നെ വേണം. അദ്ദേഹത്തിന് ഈക്വൽ ആയിട്ട് ന്യൂട്ടൻ്റെ തേർഡിലോ പറയുന്നത് അത് തന്നെയാണ്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ബ്രഹ്മാവ് സൃഷ്ടി നടത്താൻ നോക്കിയാൽ പാരയും അതിൻ്റെ വഴിക്കുണ്ട്. ആ പാരയായിട്ട് ഇവിടെ
ഹിരണ്യകശിപു ആ തുല്യമാകാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് തുല്യമാകണം. സയൻസിന്റെ അടിസ്ഥാനത്തിലും തുല്യം തന്നെയാണ്. പിന്നെ ആ തുല്യതയെ മറികടക്കാനാണ് മറ്റുള്ള ഊർജത്തെയെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി 11 പറയുകയാണ്, വർദ്ധിതമായ തപോബലത്താൽ ഞാൻ ഈ വിശ്വത്തെ മറ്റൊരു വിധത്തിലാക്കി തീർക്കും. അപ്പോൾ രജോ ഗുണത്തിലൂടെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് തമോ ഗുണമാണ്. കാലത്തെ പിന്നോട്ടെടുപ്പിച്ചിട്ട് നേരെ എതിര് തരത്തിലുള്ള ഒരു ലോകം ഞാൻ ഉണ്ടാക്കുന്നു പറയുകയാണ്. വിഷ്ണു ഇന്നത്തെ ലോകം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സൂര്യനും അതിന് ചുറ്റും ഗ്രഹങ്ങളും എല്ലാം വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാനാണ് പോകുന്നതെങ്കിൽ എതിര് ശക്തി എന്താണ് ചെയ്യുക? ഇതിന് നേരെ എതിരുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഈ ചെയ്യുന്നതിന് നേരെ എതിര് ഒരു ലോകം ഉണ്ടാക്കാനാണ് ശ്രമിക്കുക. അതുകൊണ്ട് ഇവൻ പറയാണ്, ഞാൻ അതിന് നേരെ വിപരീതമായ ഒരു ലോകം ഉണ്ടാക്കും. തുല്യമായി കഴിഞ്ഞാൽ പ്രളയകാലത്തിൽ കാലശക്തിയാൽ തള്ളിക്കറക്കപ്പെടുന്ന വിഷ്ണു സംബന്ധിയായി ലോകത്തിന് അവിടെ ഒരു കാര്യവുമില്ല. ഇങ്ങനെ പ്രളയത്തിലൂടെ ഉണ്ടായി നശിക്കുന്ന ഒരു ലോകത്തിന് അവിടെ ഒരു കാര്യവും ഇല്ല. വിഷ്ണു എന്താ ചെയ്യുക? സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കും. പടിപടിയായിട്ട് അതിൻ്റെ അവസാനം പൊളിക്കും, പിന്നെയും ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവൻ ചെയ്യുന്ന നേരെ അതിന് എതിരായിട്ടായിരിക്കും. ഒരൊറ്റ പിണ്ടന്മാരി ആടെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിന് നാശമില്ല, മർദ്ദമില്ല, ഒരു ചുക്കുമില്ല, ഒരു ജീവജാലങ്ങളും ഉണ്ടാവില്ല. അങ്ങനെ ഒരു പിണ്ടമാതിരിയായിട്ട് ആക്കും. ഇവൻ നേരെ തിരിച്ചല്ല ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, കാലത്തിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഞാൻ അതിന് നേരെ എതിരായിട്ടുള്ളൊന്നും ഉണ്ടാക്കി വെക്കുന്നു പറയുകയാണ്. കഥയിലൂടെ പൊടിപ്പും തമ്മിലും വെച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി. 12 പറയുകയാണ്, ഇതാണ് അവൻ്റെ പിടിവാശി എന്ന് കേൾക്കുന്നു. നമ്മൾ അവൻ്റെ പിടിഭാഷ അതാണെന്നാണ് കേൾക്കുന്നത്. അതിനാൽ അവൻ തപസ്സനുഷ്ഠിക്കുന്നു. അതുകൊണ്ട് ത്രിലോകനാഥനായ അങ്ങ് ഉചിതമായത് ചെയ്താൽ. അങ്ങാണല്ലോ ഈ 3 ലോകം സൃഷ്ടിക്കുന്നത്. അപ്പൊ ത്രിലോകത്തിന് ഈ നാഥൻ തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ ഇപ്പോൾ ഇതാണ്, അങ്ങുണ്ടാക്കാൻ പോകുന്ന ലോകത്തെ പൊളിച്ച് ഇല്ലാതാക്കലാണ്. അതുകൊണ്ട് വേണ്ടതെന്തെങ്കിലും ചെയ്യേണ്ടിക്ക് പഠിക്ക് ചെയ്തോന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കുന്നു. പതിമൂന്നിൽ പറയാണ്, അങ്ങയുടെ പരമോന്നത സ്ഥാനം. അങ്ങ് ആ സ്ഥാനത്ത് ഇരുന്നിട്ട് എന്താണ്? പരമോന്നതമായ സ്ഥാനത്ത് ഇരുന്നാൽ എന്താണ് സംഭവം? ബ്രാഹ്മണരുടെയും, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ പശുക്കളെയെല്ലാം, ഈ ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റെ ഉത്ഭവത്തിനും ഐശ്വര്യത്തിനും വിജയത്തിനും ഉതകുന്നതാണ്. അങ്ങവിടെ ഇരിക്കുമ്പോൾ അങ്ങ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ ഒരു സുന്ദരമായ ലോകമുണ്ടാകും. ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ മുന്നോട്ട് നിൽക്കുന്നത് ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി കൊണ്ടാണ്. മനുഷ്യൻ ശാസ്ത്രത്തിലൂടെ പ്രപഞ്ചം ബ്രഹ്മാവ് ഉണ്ടാക്കേണ്ട സയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ലോകമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആറ്റങ്ങളെ കൊണ്ടും തന്മാത്രകളെ കൊണ്ടും യോജിച്ച് ജനിതഘടനയെല്ലാം ഉണ്ടായിട്ട് സയൻസിലൂടെയാണ് ഇങ്ങനെ ഉണ്ടാക്കി പോകുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണനാരും പശുക്കൾ ഉണ്ടാകുന്ന പ്രകൃതിയിലെ സൗഭാഗ്യങ്ങളെയാണ് പശുക്കളെല്ലാം ചിത്രീകരിക്കുന്നത്. പിന്നെ അങ്ങയുടെ ഉത്ഭവത്തിനും ഐശ്വര്യത്തിനും വിജയത്തിനെല്ലാം ഉതകുന്നതാണ്. എൻ്റെ 14 പറയുകയാണ്, ഇവനാണ് ചെയ്യുന്നതിന് ഇത് നേരെ എതിരായിട്ടുള്ള ഇതാണ് ചെയ്തു വെക്കാൻ പോകുന്നത്. ഇപ്രകാരം ദേവന്മാർ അറിയിച്ചപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ഭൃഗു, ദക്ഷൻ മുതലായവരോടൊത്ത്. അപ്പം ദക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്, അത് ആറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ആറ്റത്തെയാണ് എന്ത് വേണ്ടത്? അവിടെ ഓർബിറ്റിൽ വെച്ചിരിക്കുക, ചുറ്റുന്ന തരത്തിലാക്കണം. ഒത്ത് അസുരാധിപതിയുടെ ആശ്രമത്തിലേക്ക് പോയി. ഇവൻ തപസ് ചെയ്യുന്ന ആശ്രമത്തേക്ക് ചെന്നു. അപ്പം 14 പുല്ല് മുതലാവിയാൽ മറക്കപ്പെട്ടവൻ, അവൻ്റെ ശരീരം മുഴുവൻ പുറ്റുകൊണ്ട് മൂടിയിരിക്കുകയാണ്. പുല്ല് അവനെ കാണാനൊന്നും പറ്റുന്നില്ല. ഉറുമ്പുകളെല്ലാം ശരീരം തിന്നു തീർത്തിരിക്കുകയാണ്. അപ്പം ഭയങ്കര തപസ്സായിരുന്നു.
മേധസ്, തൊലി, മാംസമെല്ലാം ഉറുമ്പുകളും മറ്റേ ഇതെല്ലാം ചതലെല്ലാം അരിച്ച് തീർത്തിട്ടുണ്ട്. എന്നിട്ട് കാർമേഘം കൊണ്ട് മൂടിയ പോലെ കാർമേഘത്താൽ മൂടിയ സൂര്യനെ പോലെയാണ് അവനിരിക്കുന്നത്. വളരെ ലോകത്തെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അവിടെ ബ്രഹ്മാവ് നോക്കിയപ്പോൾ ഇവനെ കാണാൻ പറ്റുന്നില്ല. കാരണം പുറ്റുകൊണ്ട് മൂടി മുളകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു, ശരീരമെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോൾ ഒന്നും ബ്രഹ്മാവ് നോക്കിയപ്പോൾ ഇവനെ കാണാനില്ല. ഇങ്ങനെ പുറ്റു ഇതെല്ലാം കാണുന്നത്. പിന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് ബ്രഹ്മാവിന് ആളെ മനസ്സിലായത്. അപ്പോഴതേ കണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ കശ്യപപുത്ര, കശ്യപന്റെ പുത്രനാണ്, നീ തപസ്സിൽ വിജയിച്ചിരിക്കുന്നു. നീ തപസ് ചെയ്ത് നിന്റെ തപസ് വിജയിച്ചിരിക്കുന്നു. ഞാൻ വരം നൽകുവാൻ വന്നിരിക്കുകയാണ്. തപസ് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന വരം കൊടുക്കണ്ടേ? അപ്പം ഞാൻ അതിന് വന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട വരം ചോദിച്ചു. അപ്പം 18 ആശ്ചര്യകരമായ നിന്റെ ഈ തപസ്സിനെ ഞാൻ കണ്ടു, മനക്കരുത്തിനെയും എല്ലാം ഞാൻ കണ്ടു. കാട്ടീച്ചകളാൽ ചിത്തുതീർത്തപ്പെട്ട ശരീരത്തോടു കൂടിയ നിന്റെ ജീവൻ അസ്ഥികളിൽ മാത്രം തങ്ങിക്കിടക്കുന്നു. നിന്റെ ശരീരമെല്ലാം എല്ലാം തിന്നു തീർത്തു കഴിഞ്ഞു. ഉറുമ്പും കാട്ടീച്ചയല്ല, ഇപ്പം അസ്ഥി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫോഴ്സ് എങ്ങനെയാണ് വരക്കുക? ഇങ്ങനെ അസ്ഥി മാത്രമേ ഉള്ളൂ, അതിൽ ജീവനുമുണ്ട്. ആ രൂപത്തിലാണ് നീ ഇപ്പം നിൽക്കുന്നത്. ആ അസ്ഥിയിലാണ് ജീവൻ കിടക്കുന്നത്. അതായത് ആ കാലത്ത് മനുഷ്യരൊന്നുമില്ല, കഥയിൽ ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു ആക്ഷനും റിയാക്ഷനും എല്ലാം ബലം തന്നെയാണ്, ഫോഴ്സുകളാണ്, ശക്തികളാണ്. എന്നിട്ട് 19 പറയാണ്, മുൻപുള്ള ഋഷികളൊന്നും ഇത്ര മാത്രം തപസ് ചെയ്തിട്ടില്ല. ഋഷികളൊന്നും ഇങ്ങനെ തപസ് ചെയ്തിട്ടില്ല. ആരാണ് ജലപാനം പോലും കഴിക്കാത്ത ഇങ്ങനെ 100 വർഷം തപസ് ചെയ്യുക? അപ്പോൾ ഇത്രയും കാലം നീണ്ടു അടുത്ത സ്റ്റേജിലേക്ക് പ്രപഞ്ചം കടക്കാൻ വേണ്ടിയിട്ട്. ഇത് 20 പറയാണ്, ഹേ ദിതിപുത്ര. ഇപ്പം നേരത്തെ കശ്യപൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പം ദിതിപുത്ര, ധീരചിത്തന്മാർക്ക് പോലും സാധിക്കാതെ നിന്റെ ഈ തപസ് വിജയിച്ചിരിക്കുന്നു. ഒരുമാതിരി ആൾക്കാർക്കൊന്നും നിന്റെ ഈ തപസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നീ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് 21 പറയുകയാണ്, അസുരശ്രേഷ്ഠ, അതിനാൽ നിന്റെ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു തരുന്നതാണ്. അപ്പം എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ചോദിച്ചോളൂ. പക്ഷേ മരണമുള്ള നിനക്ക്, എനിക്ക് ആദ്യം തന്നെ അങ്ങ് പറയാണ്, മരണമുള്ള നിനക്ക് ഉള്ള സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആഗ്രഹം എന്താണെന്നല്ല എനിക്കറിയാം. മരണമുള്ള നിനക്ക് മരണമില്ലാത്ത എൻ്റെ ദർശനം വിഫലമാകിയില്ല. മരണമില്ലാതെ എൻ്റെ ദർശനം വിഫലമാകിയില്ല. എൻ്റെ 22 നാരദൻ പറയുകയാണ്, ഇപ്രകാരം പറഞ്ഞ് ആദിയിൽ ജാതനായ, അല്ലെങ്കിൽ ആദ്യം ജനിച്ചതാരാണ്? ബ്രഹ്മാവാണ്. ബ്രഹ്മദേവൻ തൻ്റെ കമണ്ഡലുകളുടെ ജലം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്കെല്ലാം തളിച്ചു. അപ്പോഴവൻ 23 പുറ്റിനാലും അവൻ മൂടിക്കിടക്കുകയായിരുന്നു. പുറ്റിനാലും മുളം കപ്പിനാലെല്ലാം. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അവൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ശരീരവും എല്ലാം ശക്തി പ്രാപിച്ചു. സമ്പൂർണമായ അവസ്ഥയിലേക്ക് അവൻ്റെ ശരീരമെല്ലാം പഴയതിനെക്കാട്ടി നല്ല തേജസ്സോടുകൂടി വജ്രത്തിനൊത്ര ശരീരവുമായിട്ട് യൗവനയുക്തനായി, അരണിയിൽ നിന്ന് അരണി കടയുമ്പോൾ അഗ്നി പുറത്തേക്ക് വരുന്നത് പോലെ അവൻ പുറത്തേക്ക് വന്നു ആ പുറ്റിൽ നിന്ന്. 24
പുറത്ത് അരയന്ന വാഹനത്തിലിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ട് പരമാനന്ദത്തോടെയും ശിരസാല് ഭയങ്കര ആനന്ദം ഉണ്ടായിട്ട് ശിരസാല് ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. 25 പിന്നെ എഴുന്നേറ്റിട്ട് കൈകൂപ്പിക്കൊണ്ട് വിനയത്തോടു കൂടിയും ഭഗവാനെ ഒന്ന് ശരിക്കും നോക്കി ദർശിച്ചു. അപ്പൊ ആനന്ദ കണ്ണീര് വന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ശരീരത്തിലുള്ള അദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടായി. എൻ്റെ ഇടറുന്ന പതറിയ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു 26, 27. അപ്പൊ 26, 27 എന്താ പറയുന്നതെന്ന് വെച്ചാല് പ്രളയകാലം എപ്പോഴാണ് ഉണ്ടാവുക? കാലപ്രേരണയാണ്. അപ്പം പ്രളയം നടക്കേണ്ട കാലം എത്തിയപ്പോൾ തമോ ഗുണാദികളുടെ എല്ലാം സ്വഭാവങ്ങൾ എന്താകുക? രജോ തമോ ഗുണങ്ങളെല്ലാം ഏതിലേക്ക് മാറും? തമോ ഗുണത്തിൽ. കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുന്ന ശക്തിക്കാണ് തമോ ഗുണം. അപ്പോൾ ഏതിലേക്ക്? പ്രപഞ്ചം ഉണ്ടായതിന് നേരെ വിപരീത പ്രവൃത്തിയാണ്. അപ്പൊ തമോ ഗുണമാണ് പ്രധാനം. അപ്പോൾ തമോ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം അന്ധകാരത്തിലേക്കാക്കിക്കൊണ്ട് പ്രപഞ്ചത്തെ യാതൊരുവൻ സംഹരിച്ചുവോ, അതായത് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ തന്നെ സ്വയം തൻ്റെ തേജസ്സിനാൽ ത്രിഗുണങ്ങളാൽ സൃഷ്ടിക്കുകയും പിന്നെയും രക്ഷിക്കുകയും പിന്നെ അവസാനം സംഹരിക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തിയെല്ലാം ചെയ്യുന്ന അങ്ങ് ആ ത്രിഗുണാത്മകമായ സ്വഭാവത്തിന് കാരണഭൂതനായ അങ്ങേക്ക്, അല്ലെങ്കിൽ ആ പരമേശ്വരന്, അതാണ് പരമമായ ഈശ്വരൻ, ബ്രഹ്മത്തിന്റെ ആ സ്റ്റേജ് തന്നെ ബ്രഹ്മസ്വരൂപം. അപ്പൊ ലോകത്തെ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. പ്രളയകാലം എത്തുമ്പോൾ കാലത്തിനനുസരിച്ച് അതിനെ നശിപ്പിക്കുന്നു, പിന്നെ ഉണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന പരമേശ്വരനായ അങ്ങേക്ക്, ത്രിഗുണങ്ങളുടെയും ആശ്രയഭൂതമായ അങ്ങേക്ക്, ഭൂതനായ അങ്ങേക്ക് നമസ്കാരം എന്ന് അദ്ദേഹത്തെ പറയുകയാണ്. 28 എന്ന് പറയുന്നു ആദികാരണവും എല്ലാത്തിൻ്റെയും തുടക്കത്തിന്റെ കാരണമെന്നാണ്. ജ്ഞാനവിജ്ഞാന സ്വരൂപമാണ് അങ്ങ്. ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും സ്വരൂപമാണ്. പ്രാണ, ഇന്ദ്രിയ, മനസ്സ്, ബുദ്ധി എന്നിവയാൽ വ്യക്തിഭാവത്തെ പ്രാപിച്ചിരിക്കുന്നവനുമായ, പ്രാണനിലൂടെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സ്, ബുദ്ധി എന്നിവയിലൂടെയെല്ലാമാണ് അങ്ങ് എന്ത് ചെയ്യുന്നത്? ജീവജാലങ്ങളെയും ഈ പ്രപഞ്ചത്തെയെല്ലാം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ എല്ലാ നേതൃത്വവും ചെയ്യുന്ന വ്യക്തി. അങ്ങനെയുള്ള നിന്തിരുവടിക്ക് നമസ്കാരം. 29 പറയുകയാണ്, നിന്തിരുവടി അന്തരാമിയായി അങ്ങനെ സൃഷ്ടിക്കുന്ന പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഉള്ളിൽ അന്തരാമിയായി സൂത്രരൂപത്തിലൂടെ വർത്തിക്കുന്ന അങ്ങ്, സൂത്രരൂപത്തിൽ, അതായത് അല്ലെങ്കിൽ സൂക്ഷ്മ രൂപത്തിൽ എന്നും പറയാം. അങ്ങ് പ്രപഞ്ചമായി മാറി എല്ലാമായി മാറിയിട്ട് അതിൻ്റെ ഉള്ളിൽ അന്തരാമിയായിട്ട് സൂക്ഷ്മരൂപത്തിൽ വർത്തിക്കുന്ന, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രാണശക്തിയാൽ സ്ഥാവര ജംഗമങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നു. അതിൽ പ്രാണൻ ഉണ്ടാക്കിക്കൊണ്ട്, അപ്പം എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു, അതിൻ്റെ അകത്ത് കയറിയിരുന്നിട്ട് അതിനെ നിയന്ത്രിക്കുന്നു. ആ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവൻ ഉണ്ടാക്കി കൊടുക്കുന്നു, ജീവനിലൂടെ നിയന്ത്രിക്കുന്നു. അങ്ങ് അങ്ങനെ എല്ലാവരെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങ് ജീവരാശികളുടെ രക്ഷിതാവുമാണ്. അങ്ങ് ചിത്തം, മനസ്സ്, ഇന്ദ്രിയം എന്നിവയുടെ എല്ലാം നാഥനാണ്, പരിപൂർണനാണ്. പഞ്ചഭൂതങ്ങൾ, ശബ്ദാദി വിഷയങ്ങൾ എന്നിവയുടെ നിയാമകനുമാണ്. അതായത് ഈ പഞ്ചഭൂതങ്ങളും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ശബ്ദങ്ങളും എല്ലാം, അതായത് ശബ്ദരൂപത്തിലുള്ളതായാലും കരദ്രവവാദ രൂപത്തിലുള്ളതായാലും എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിലുള്ള നിയമം
അങ്ങയിൽ നിന്നുണ്ടായതാണ്. ആ നിയമത്തിനനുസരിച്ചാണ് ഇവയെല്ലാം വർത്തിക്കുന്നത് എന്ന് സാരം. ഇതിന്റെ 30 ചതുർഹോത്ര രൂപത്തിലുള്ള കർമ്മ പരിപാടിയുടെ 4 തരത്തിലുള്ള കർമ്മങ്ങളിലൂടെയാണ് അങ്ങ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഏതിൻ്റെ സഹായത്താൽ? വേദമാകുന്ന സ്വരൂപം കൊണ്ട്, ജ്ഞാനത്തിലൂടെ, ജ്ഞാനം സയൻസിലൂടെ, സയൻസിൻ്റെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗികപരമായിട്ട് 4 തരത്തിലാണ് ഞങ്ങൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. 4 ചതുർഹോത്ര രൂപത്തിലും 7 യജ്ഞരൂപങ്ങളിലൂടെയാണ് അങ്ങ് ജീവജാലങ്ങളെ എല്ലാം പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പരിപാലിക്കുമ്പോൾ അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? അവയുടെ അകത്താണ് ഇരിക്കുന്നത് കൊണ്ട് അവയുടെ അകത്ത്, അവയിൽ അന്തരാമിയായി ഇരുന്നു കൊണ്ട് ചതുർഹോത്രങ്ങളുടെ ഹോത്രരൂപത്തിലും 7 പ്രകാരത്തിലുള്ള യജ്ഞങ്ങളിലൂടെയും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജീവാത്മാക്കളെ എല്ലാം അതിലൂടെ നയിച്ചിട്ട്, ജീവാത്മാവായി മാറിയിട്ട് ആ ജീവാത്മാവിനെ കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അന്തരാമിയായിരുന്നു കൊണ്ട് അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനുഭവിക്കുന്ന ആരാണ്? ജീവാത്മാവാണ്, വ്യക്തികളാണ്. അല്ല അതിൻ്റെ ഉള്ളിൽ പിന്നിൽ നിൽക്കുന്ന പരമാത്മാവല്ല. അത് ജീവാത്മാവിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഞാനെന്ന ചിന്ത ഓരോ ജീവിയിലും ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഈ കർമ്മങ്ങളും ജ്ഞാനത്തിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ലോക പുരോഗതി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ ആ ജീവാത്മാവ് അനുഭവിക്കുന്നുണ്ട്, ആ വ്യക്തികൾ അനുഭവിക്കുന്നുണ്ട്. ആ വ്യക്തികളായി മാറിയത് അങ്ങ് തന്നെയാണ്. അങ്ങനെ അങ്ങുണ്ടാക്കിയ ജീവാത്മാവ് അല്ലെ വ്യക്തികളെ അല്ലെ ഞാനെന്ന ഭാവം എല്ലാം അനുഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കാരണക്കാരനായ അങ്ങ് എല്ലാം അറിയുന്നു. അങ്ങേക്ക് ആദ്യവുമില്ല, അറ്റവുമില്ല, അതിരുമില്ല. അങ്ങേക്ക് തുടക്കവുമില്ല, അവസാനവുമില്ല, അറ്റവുമില്ല, അതിരുമില്ല. അപ്പം ഇത് ഏതായിട്ടാണ് മാറുന്നത്? ബ്രഹ്മമാണ്. അപ്പം ബ്രഹ്മം തന്നെയാണ് യഥാർത്ഥത്തിൽ എന്തായി മാറിയിരിക്കുന്നത്? ബ്രഹ്മാവായിട്ട് മാറിയിരിക്കുന്നത്. 31 പറയാണ്, കണ്ണടക്കാതെ സദാ ജാഗ്രരൂപനായിരിക്കുന്ന അങ്ങ്, കണ്ണടക്കാതെ അങ്ങ് സദാ ജാഗരൂപകനായിരിക്കുന്നതാണ്. കാരണം ഇതെല്ലാം നോക്കി നടക്കേണ്ട കാര്യം അങ്ങേക്കാണ്. അതാണ് ഈശ്വരൻ. ഇപ്പൊ ഈശ്വരന് ഒരു നിമിഷം കണ്ണടക്കാൻ പറ്റില്ല. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഈശ്വരൻ നമ്മളെപ്പോലെ കിടന്നുറങ്ങും, രാത്രിയാകുമ്പോൾ ഉറങ്ങും, രാവിലെ ആകുമ്പോൾ എണീക്കും, കൊടുക്കുന്നതെല്ലാം ഭക്ഷിക്കും. ഇതെല്ലാം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം തെറ്റായ മിഥ്യാധാരണകളാണ്. ഒരു ദേശത്തിലെ ഈശ്വരൻ, ഒരു ദേശത്തിലായിട്ട് ഈശ്വരനൊന്നുമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനേ ഉള്ളൂ. ഒരു നാട്ടിനായിട്ടുമില്ല, ഒരു ജാതിക്ക്, ഒരു മതത്തിനായിട്ടൊന്നും ഈശ്വരനില്ല. എല്ലാവർക്കും കൂടി ഒന്നേ ഉള്ളൂ. അതിനൊന്നും അതൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതുമാതിരി പോകും. അല്ലാതെ അതിന് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല. അതിന് ഉറക്കുമില്ല, ഒരു ചുക്കുമില്ല. അതിനെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈശ്വരൻ ഉറങ്ങും, പകല് ഇടിച്ചു വരും. ഇതെല്ലാം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഈശ്വര സങ്കല്പം വികലമാണ്. ഈശ്വരൻ എങ്ങനെയാണ് ഉറങ്ങുന്നത്? ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയത്. ഈശ്വരൻ ഉറങ്ങാനെന്ന മനുഷ്യന്റെ രൂപമാണ്. കല്ലും മണ്ണും ഉറങ്ങുന്നുണ്ട്. കാണുന്നതല്ലേ ഈശ്വരനല്ലേ. മനുഷ്യൻ ഉറങ്ങുന്നതെന്ന് വെച്ചിട്ട് മനുഷ്യനെ പോലെയാണ് ഈശ്വരനെ കാണേണ്ടത്. അപ്പം കണ്ണടക്കാതെ സദാ ജാഗരൂകനായിരിക്കുന്ന അങ്ങ് ജനങ്ങളുടെ ആയുസ്സിനെ കാലത്തിനനുസരിച്ച്, കാലം പോകുന്നതിനനുസരിച്ച് ജനങ്ങളുടെ ആയുസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? കാലം പോകുന്നതനുസരിച്ച് അങ്ങ് എന്ത് ചെയ്യുന്നുണ്ട്? വഴിക്ക് ക്ഷയിപ്പിക്കുന്നുണ്ട്. അങ്ങ് ജീവജാലങ്ങളുടെ ആയുസ്സെല്ലാം കാലത്തിനനുസരിച്ച്, അതായത് കാലം ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്? സൂര്യന് ചുറ്റും ഗോളങ്ങൾ ചുറ്റുന്നതിൻ്റെ സമയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ചുറ്റുന്നതനുസരിച്ച് എന്താക്കുന്നു?
ഓരോ ദിവസം കഴിയുമ്പോഴും ആയുസ് അത്രയും ക്ഷയിക്കുന്നു. അങ്ങ് തന്നെ ആ ജീവജാലങ്ങളുടെ എല്ലാം ജീവന് ഹേതുവാണ്. അങ്ങ് തന്നെയാണ് ആ ജീവന്റെ എല്ലാം ഹേതുവാണ്, നിയന്താവുമാണ്. അതിനെ തീരുമാനിക്കാനും നിയന്ത്രിക്കാനും ഉള്ള അധികാരം അങ്ങേക്ക് തന്നെയാണ്. വികാരരഹിതനും ജ്ഞാനസ്വരൂപനുമായ പരമേശ്വരൻ അങ്ങ് തന്നെയാണ്. ഏറ്റവും വലിയ ഈശ്വരൻ അങ്ങ് തന്നെയാണ്. വികാരരഹിതനാണ്, അങ്ങേക്ക് വികാര വിചാരങ്ങളൊന്നുമില്ല. ജ്ഞാനസ്വരൂപം, എല്ലാ ജ്ഞാനവും കഴിഞ്ഞതാണ്. ഈ ജീവന്റെ എല്ലാ ആധാരം താക്കോല് അങ്ങയുടെ കൈമലാണ്. പരമേശ്വരൻ തന്നെയാണ്, എല്ലാത്തിനും കാട്ടി വലിയ ഈശ്വരനാണ്, ആദ്യത്തെ ഈശ്വരനാണ്. 32 കാര്യകാരണ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഒന്നും അങ്ങയിൽ നിന്നും ഭിന്നമല്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും, എല്ലാറ്റിൻ്റെയും കാര്യവും കാരണവും എല്ലാം അങ്ങ് തന്നെയാണ്, അങ്ങിൽ നിന്നും ഭിന്നമല്ല. സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം അങ്ങിൽ നിന്നും ഭിന്നമല്ല. എല്ലാ വേദങ്ങളും വേദാംഗങ്ങളും, വേദങ്ങളും വേദങ്ങളുടെ അംഗങ്ങളും, അതായത് എല്ലാ ജ്ഞാനവും, വേദം എന്ന് പറഞ്ഞാൽ സയൻസ്, ജ്ഞാനം, എല്ലാ ശാസ്ത്രങ്ങളും അങ്ങയുടെ ശരീരമാണ്. ആ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ വർത്തിച്ച സയൻസ് തന്നെയാണ് ബ്രഹ്മാവ്. നിന്തിരുവടി ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മം തന്നെയാണ് ഈ ജ്ഞാനമായിട്ട് പുറത്തേക്ക് വന്നത്. വേദങ്ങളെ ബ്രഹ്മസ്വരൂപമാണ്. അതുപോലെ ഈ ബ്രഹ്മാവും ബ്രഹ്മസ്വരൂപമാണ്, ജ്ഞാനസ്വരൂപമാണ്, ജ്ഞാനമാണ്. ജ്ഞാനത്തിൽ നിന്നുള്ള പ്രേരക ശക്തിയാണ് ബ്രഹ്മാവായിട്ട് കാണേണ്ടത്. പ്രകൃതിയിൽ നിന്ന് അത് വിട്ടു നിൽക്കുന്നുമുണ്ട്. പക്ഷേ ജ്ഞാനമാണെങ്കിലും അത് പ്രകൃതിയിൽ നിന്നും വിട്ടു നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിനൊരു ബന്ധവുമില്ല. പ്രകൃതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അത് തലയിടില്ല. പക്ഷേ അതെങ്ങനെയാണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ പ്രപഞ്ചം പോവുകയുള്ളൂ. ഹിരൺമയനായ ബ്രഹ്മാണ്ടത്തെ ഉള്ളിൽ ഒതുക്കിയവനാണ്. ഈ ബ്രഹ്മാണ്ടത്തെ തന്നെ അങ്ങയുടെ ഉള്ളിലാണ് ഒതുക്കിയിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴും സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രപഞ്ചം ബ്രഹ്മാവിന്റെ ഉള്ളിലാണ് ഒതുങ്ങിക്കിടക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ, അതാണ് പ്ലാന് എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത്. ഇപ്പൊ എൻ്റെ ബുദ്ധിയിലുള്ള ഒരു വീടാണ് ഭാവിയിൽ പ്ലാനിലൂടെ വീടായിട്ട് മാറുന്നത്. എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ തലയിൽ, വീടുണ്ടാക്കുന്ന ഒരു എഞ്ചിനീയറുടെ തലയിൽ ഉദിക്കുന്ന ആശയങ്ങളാണ് അതേപോലെ പ്രപഞ്ചമായി മാറുന്നത്. അതുപോലെ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ സൃഷ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അവസാനം എത്തേണ്ട കാലം വരെയുള്ള ഘടന അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഇപ്പം ഹിരൺമയനായ ബ്രഹ്മാണ്ടത്തെ ഉള്ളിൽ ഒതുക്കിയവനാണ്. അങ്ങയുടെ ഉള്ളിൽ എങ്ങനെയല്ല ഇത് മുന്നോട്ടേക്ക് പോകണമെന്നുള്ള നല്ല ധാരണ ഉണ്ട്. എല്ലാം അറിയുന്ന വ്യക്തിയാണ്. വിവിധ കാരണങ്ങളാൽ വ്യക്തീഭവിച്ച ബ്രഹ്മാണ്ടം 33. അങ്ങനെ ബ്രഹ്മാണ്ടത്തിലെ പല സംഗതികളും വിവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ഉദാഹരണമായിട്ട് ചെടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് മൃഗങ്ങൾക്കെല്ലാം ജീവിക്കട്ടിക്ക് ചെടികൾ വേണം, മനുഷ്യർക്ക് വേണം. ഇങ്ങനെ ഓരോന്നിൻ്റെ ആവശ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള വിവിധ കാരണങ്ങൾ കൊണ്ടാണ് പലതും ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാകട്ടെ, അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടം അങ്ങയുടെ സ്ഥൂല ശരീരമാണ്. ഈ ബ്രഹ്മാണ്ടത്തെ അങ്ങയുടെ, അതാണ് വിരാട് രൂപമായിട്ടെല്ലാം പണ്ട് ചിത്രീകരിച്ചത്. അതിൻ്റെ കാര്യം അവയെ കൊണ്ട് നിന്തിരുവടി ഇന്ദ്രിയങ്ങൾ, പിന്നെ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ജീവജാലങ്ങൾക്ക് ഇന്ദ്രൻ കൊടുത്ത്, പ്രാണൻ കൊടുത്ത്, മനസ്സ് കൊടുത്ത് എന്നിവയിലൂടെ വിവിധ വിഷയങ്ങളെ അങ്ങ് ജീവാത്മാവെന്ന നിലയിൽ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം കല്ലും മണ്ണിനൊന്നും ഇന്ദ്രിയങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ദ്രിയങ്ങളുള്ള മനസ്സുകളുടെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട്, അതായത് മൃഗങ്ങളെ, മനുഷ്യരെല്ലാം സൃഷ്ടിച്ചിട്ട് പല വിഷയങ്ങളുടെ പ്രേരണയാൽ, ഇപ്പം നമ്മളാണെങ്കിൽ ഒരു പൂ കാണുമ്പോൾ നല്ല കൊള്ളാം, പോയി ഒന്ന് പറിച്ച് കളയാം, ഇങ്ങനെയെല്ലാം തോന്നും.
ഇപ്പം വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജീവാത്മാവ് എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ എന്തും ചെയ്യുന്നുണ്ട്? അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുമായിട്ട് ഒരു ബന്ധമില്ല താനും ശരിയായ പരമാത്മാവിന്. ആകയാൽ ആദിപുരുഷനും സ്ഥൂല സൂക്ഷ്മത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതുമായ പരമാത്മ തത്വവും അങ്ങാണ്. ഇപ്പൊ സ്ഥൂലത്തൊന്നും സൂക്ഷ്മമായിരിക്കുന്നതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ആ പരബ്രഹ്മം, പരമാത്മാവ് എന്ന തത്വവും, അതായത് ബ്രഹ്മം എന്ന തത്വം യഥാർത്ഥത്തിൽ അങ്ങ് തന്നെ ആണ്. ഇനി 34, നാശരഹിതനായ അങ്ങയാൽ അങ്ങക്ക് നാശമില്ല. ഒരു കാലത്തും, അതായത് ശാശ്വതമായി നിൽക്കുന്ന എന്നുമുള്ളതാണ് അങ്ങ്. അങ്ങ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും അങ്ങ് തന്നെയാണുള്ളത്. അങ്ങനെയുള്ള അങ്ങയെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള അവിക്ത രൂപത്തിലാണ് അങ്ങ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാറ്റിലും അങ്ങ് സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അങ്ങയെ മനസ്സിലാക്കാനും പറ്റില്ല. അങ്ങനെയുള്ള വിദ്യ അവിദ്യയോടുകൂടി സമ്മേളിച്ചിരിക്കുന്ന, വിദ്യയും അവിദ്യയും കൂടിയിട്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിലൂടെ വേണം അങ്ങയെ മനസ്സിലാക്കാൻ. വിദ്യ എന്ന് പറയുന്നത്, അവിദ്യ എന്ന് പറയുന്നതാണ് മോഡേൺ സയൻസ്. ശാസ്ത്രലോക പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാതെ അവിടെ കളഞ്ഞുപോയി. ആ കളഞ്ഞ് കണ്ടെത്താൻ കിടക്കുന്നതാണ് വിദ്യ, പരാസയൻസ്. ഇപ്പം പരാസയൻസും അപരാസയൻസും, അപരാസയൻസും മോഡേൺ സയൻസും. ഇനി കണ്ടെത്താനുള്ളത് അതിന് മുകളിലുള്ള പ്രപഞ്ചം ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ കാര്യങ്ങളല്ല. അത് പരാസയൻസ്. ഇത് രണ്ടും കൂടിയിരിക്കുന്ന ജ്ഞാനത്തോടു കൂടിയതാണ് അങ്ങ്. ആ ജ്ഞാനം തന്നെയാണ് അങ്ങ്. അങ്ങാണ് സർവ ഐശ്വര്യങ്ങളുടെയും എല്ലാ ഗുണങ്ങളോടും കൂടിയതാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ടാകും അതെല്ലാം അങ്ങ് തന്നെയാണ്. എല്ലാ ഐശ്വര്യങ്ങളും അങ്ങിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അങ്ങനെയുള്ള തിരുവടിക്ക് എല്ലാറ്റിനെയും അടിസ്ഥാനമായി നിൽക്കുന്ന ആ ശക്തി വിശേഷം, ആ തിരുവടിക്ക് നമസ്കാരം. ഇനി 35 വരദാതാക്കളിൽ പ്രഥമ സ്ഥാനത്തുള്ള അങ്ങ്. അപ്പൊ വരം നൽകാൻ ഏറ്റവും അർഹൻ ആര് മാത്രമാണ്? ഈ ശക്തി തന്നെയാണ്. അപ്പം വരദാനം നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഈ പ്രഭു, അങ്ങ് എനിക്ക് ഇഷ്ടമുള്ള വരം തരുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിന്റെ തിരുവടിയാ സൃഷ്ടിക്കപ്പെട്ട പ്രാണികളിൽ നിന്നും എനിക്ക് മരണം സംഭവിക്കരുത്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ശക്തി അങ്ങേരാണെങ്കിൽ അങ്ങേർക്ക് നൽകാൻ പറ്റാത്ത വരവില്ലല്ലോ. അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത്. അപ്പൊ ഇത്രയും പൂർണ്ണനാണ്. അതുകൊണ്ട് ഒഴിവ് കഴിവൊന്നും പറഞ്ഞേക്കരുത്. എന്നെ കൊണ്ട് കഴിയില്ല, അത് മറ്റേയാൾ നോക്കേണ്ടതാണ്, എൻ്റെ വകുപ്പല്ല, ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാം അങ്ങ് തന്നെയാണ്. അപ്പം പിന്നെ കഴിവൊന്നും പറയണ്ട. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങ് സൃഷ്ടിച്ച ഒന്നിലൂടെയും എനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല. കാരണം അങ്ങേ സൃഷ്ടിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അങ്ങാണ്. അപ്പൊ അങ്ങ് സൃഷ്ടിക്കുന്ന ഒന്നിൽ നിന്നും മരണം പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് സാധ്യതയില്ലല്ലോ. പിന്നെയോ 36 അകത്തും പുറത്തും വെച്ചിട്ടൊന്നും എന്നെ വധിക്കാൻ പാടില്ല. പകലും രാത്രിയിലും വധിക്കാൻ പാടില്ല. ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടിക്ക് പുറമേ വേറെ വല്ലവരും വല്ല സൃഷ്ടി നടത്തിയാണെങ്കിലും അതിലൂടെയും വധിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ബ്രഹ്മാവാണ് സൃഷ്ടിക്കേണ്ടത്. ഇനി കഴിവ് അറിയാൻ വേണ്ടിയിട്ട് വേറെ വല്ലവരും ഒരു സൃഷ്ടി നടത്തിയിട്ട് അത് ഞാനല്ല അവനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വകുപ്പൊന്നും പാടില്ല. വേറെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്കും പുറമേ അന്യ വല്ല സൃഷ്ടിയും ഉണ്ടെങ്കിൽ അതിൽ നിന്നും പാടില്ല. ആയുധങ്ങളാലും പാടില്ല. ആയുധങ്ങളാലൊന്നും മരണമുണ്ടാകാൻ പാടില്ല. ഭൂമിയിൽ വെച്ചും ആകാശത്തിൽ വെച്ചും പാടില്ല. പിന്നെയോ മനുഷ്യരാലും മൃഗങ്ങളാലും പാടില്ല. ഇങ്ങനെ ഓരോന്നും എടുത്തെടുത്ത് പറയുകയാണ്. മനുഷ്യരും മൃഗങ്ങളും എല്ലാം ബ്രഹ്മാവ് സൃഷ്ടിച്ചേനെ. ഇനി എന്തെങ്കിലും ഒരു വകുപ്പ് പറയാതിരിക്കുക, എല്ലാത്തിനെയും പിന്നെയും എടുത്ത് പറയുകയാണ്. 37-38 പറയുകയാണ്, അചേതന സചേതന, അചേതനമായതോ സചേതനമായതോ ഒന്നും മരണം പാടില്ല. ദേവന്മാരിൽ നിന്നും അസുരന്മാരിൽ നിന്നും പാടില്ല. മഹാനഗരങ്ങളിലൊന്നും വെച്ച് പാടില്ല.
പിന്നെയോ യുദ്ധത്തിൽ എതിരാളി ഇല്ലാത്തവനെന്ന നിലയിൽ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ എതിരാളി ഉണ്ടാകാൻ പാടില്ല. എതിരാളിയിലേക്ക് പിന്നെ എങ്ങനെ കൊല്ലുന്ന? അപ്പോൾ ഏതുപോലെ ശരീരികളുടെ ഏകാധിപത്യം എന്ന അങ്ങയുടെ നിലയിൽ എല്ലാ ശരീരങ്ങളുടെയും ഏകാധിപതിയായ അങ്ങാണ്. എല്ലാത്തിൻ്റെ ആധിപത്യം അങ്ങക്കാണ്. അങ്ങേക്കാരും ഒരു എതിരാളിയില്ല. ബ്രഹ്മാവിനാരാ എതിരാളി ഉണ്ടാകുന്നത്? അങ്ങേരെ ഒറ്റക്ക്. അതേ അവസ്ഥയിൽ ആരാണ്? സത്യം പറഞ്ഞാൽ അസുരന്മാരെ അല്ല ദേവന്മാർ പോയി പറഞ്ഞതുപോലെ ബ്രഹ്മാവിന് പകരം തുല്യനായിട്ട് ഉണ്ടാകണം. എതിരാളി ഉണ്ടാകാനും പാടില്ല. ബ്രഹ്മാവ് പോലും ഉണ്ടാകാൻ പാടില്ല എന്നാവും. അപ്പൊ എതിരാളി വരുമല്ലോ. അപ്പൊ അങ്ങനെ ബ്രഹ്മാവിന്റെ അവസ്ഥയിലേക്ക് എത്തണം. എന്നിട്ടോ അങ്ങയുടെ നിലയിൽ എല്ലാ ലോകഭാഗങ്ങളുടെയും മഹിമ, തപോ, വൈഭവം എന്തെല്ലാമാണ് വേണ്ടത്? എല്ലാ ലോകപാലകരുടെയും മഹിമ വേണം. ലോകത്തിൽ എന്തെല്ലാം ആരെല്ലാം പരിപാലകരായിട്ടുണ്ടോ അവർക്കുള്ള എല്ലാ മഹിമകളും എനിക്ക് വേണം. തപോ വൈഭവം, എത്ര വലിയ ആളുണ്ടോ അവരുടെ എല്ലാം തപോ വൈഭവം എനിക്ക് വേണം. സിദ്ധന്മാർക്ക് നശിക്കാതിരിക്കുന്ന അണിമാദ്യാഷ്ട സിദ്ധികളും, സിദ്ധന്മാർക്കുള്ള ഈ സിദ്ധികളെല്ലാം എനിക്ക് ലഭിക്കണം. അതെല്ലാം എനിക്ക് തരിക എന്ന് പറയുക. അതായത് ദേവന്മാർക്കും മറ്റുള്ള ലോകപാലകർക്കും സിദ്ധന്മാർക്കും എന്തെല്ലാം കഴിവുകളുണ്ടോ ആ കഴിവുകളെല്ലാം എനിക്ക് തരികയും വേണം എന്ന് പറയുക. ബ്രഹ്മാവിനെ പോലെ ഒരു ശത്രു ഉണ്ടാകാനും പാടില്ല. അപ്പൊ ഏത് സ്ഥാനം തന്നെയാണ്? നേരത്തെ ദേവന്മാർ പറഞ്ഞ ആ സ്ഥാനം തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥാനം എനിക്ക് തരിക. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതാരാണ്? ബ്രഹ്മാവിൻ്റെ നേരെ സമനായിരിക്കുന്ന നേരെ വിപരീത സ്വഭാവം. അതായത് ഒരു സൃഷ്ടി നടത്തുമ്പോൾ അതിനെ എതിർക്കുന്ന ശക്തി. ന്യൂട്ടന്റെ 3rd ലോ പ്രകാരം എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ വിഷ്ണുവാണ് സൃഷ്ടിയുടെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പം അതിന് നേരെ എതിരൊന്നുണ്ടാവും ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷന് സമനം ഏകദേശം അത് സമം തന്നെയാണ്. പിന്നെ ഊർജം, അഗ്നി ഈ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ മറികടക്കുന്നത്. അല്ലാതെ രണ്ടും ഈക്വലാണ്. ആക്ഷനും റിയാക്ഷനും ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തുല്യം തന്നെയാണ്. പക്ഷെ ഒന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ടേക്ക് പോകും. നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ള പ്രത്യേകതയെ ഉള്ളൂ. ഗുണം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്? ദേവന്മാരെ ഊർജത്തിൻ്റെ, അഗ്നിയുടെ സഹായത്താൽ, അഗ്നി പോലെയുള്ള മറ്റുള്ള ദേവതകളുടെ പുരോഗതിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന വസ്തുക്കളുടെ സഹായത്താലാണ് നമ്മൾ കർമ്മം വിജയിപ്പിക്കുന്നത്. നമ്മളൊരു ചോറ് വെക്കുമ്പോൾ അരി എതിർക്കുന്നുണ്ട്. അരി എതിർക്കും, അത് പദം ആകാൻ സമ്മതിക്കില്ല. പിന്നെ നമ്മളെ സഹായിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണ്? വെള്ളം. വെള്ളത്തിൽ അരിയിട്ട് കഴിഞ്ഞാൽ അരി മെല്ലനെ പതാകാൻ തുടങ്ങും. അപ്പോൾ വെള്ളം ഒരു ദേവതയാണ്, നമ്മളെ സഹായിക്കുന്ന ദേവതയാണ്. അഗ്നി ചൂടാക്കുമ്പോൾ പദമാകാൻ തുടങ്ങും. അപ്പോൾ ഈ അസുരൻ്റെ സ്വഭാവം കുറയും. എല്ലാത്തിടത്തോളം അരി പദം വരുന്നതിന് ദേവന്മാര് ഇന്ദ്രൻ ശ്രമിക്കുമ്പോൾ വേണ്ട എന്ന് പറയും. പക്ഷെ അതിനെ മറികടക്കുന്ന എങ്ങനെയാണ് ഇന്ദ്രൻ? വെള്ളത്തിൻ്റെ സഹായത്താലും അഗ്നിയുടെ സഹായത്താലും. അതാണ് ദേവതകൾ. അപ്പം ദേവതകൾ എപ്പോഴും ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നവരാണ്. അസുരര് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്.